ഹായ്, വെൽക്കം ടു അവർ ചാനൽ. ക്രിസ്മസ് വരുമല്ലേ, ഇന്ന് നമുക്കൊരു ഫ്രൂട്ട് കേക്ക് ഉണ്ടാക്കാം. ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഫ്രൂട്ട്സ് നേരത്തെ സോക്ക് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. ഇതിൽ ഞാൻ റെഡ് വൈൻ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രൂട്ട് ജ്യൂസ് ആണെങ്കിലും യൂസ് ചെയ്യാം. ഈ കേക്കിൽ യൂസ് ചെയ്തിരിക്കുന്ന സ്പൈസ് മിക്സ് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തതാണ്. അതിന്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ കാണാം. ഫ്രൂട്ട് കേക്ക് ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത് മൈദ, വാൾനട്ട്സും കാഷ്യൂനട്ട്സും ചെറുതായി അരിഞ്ഞത്, ഡ്രൈ ഫ്രൂട്ട് മിക്സ്, പഞ്ചസാര, ബ്രൗൺ അല്ലെങ്കിൽ സാധാരണ പഞ്ചസാര, ബട്ടർ, മുട്ട, സ്പൈസ് പൗഡർ, ബേക്കിംഗ് പൗഡർ, വാനില എസൻസ്, വൈൻ അല്ലെങ്കിൽ ഓറഞ്ച് ജ്യൂസ്, നാരങ്ങയുടെയും ഓറഞ്ചിനെയും തൊലി ഗ്രേറ്റ് ചെയ്തത്, ഉപ്പ്, വെള്ളം. ആദ്യം നമുക്ക് ഫ്രൂട്ട് കേക്കിനുള്ള കാരമൽ ഉണ്ടാക്കാം. അതിനായി അര കപ്പ് പഞ്ചസാര ഒരു സോസ് പാനിലിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഉരുക്കിയെടുക്കാം. ഇത് സ്പൂൺ യൂസ് ചെയ്ത് ഇളക്കല്ലേ, പഞ്ചസാര സ്പൂണിലേക്ക് ഒട്ടിപ്പിടിക്കും. സോസ് പാൻ എടുത്ത് ഇടയ്ക്ക് ഇതുപോലെ ചുറ്റിച്ചു കൊടുത്താൽ മതി. പഞ്ചസാര ഇപ്പോൾ നന്നായി ഉരുകി വന്നിട്ടുണ്ട്. ഇതിനി അടുപ്പത്തുനിന്ന് മാറ്റി 1/4 കപ്പ് വെള്ളം ഒഴിച്ച് തിരിച്ചടുപ്പത്ത് വെക്കാം. ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത് തെറിക്കും. അതാ ഞാൻ അടുപ്പത്തുനിന്ന് മാറ്റി വെള്ളം ഒഴിച്ചത്. ഇതിനി നമുക്ക് അലിയിച്ചെടുക്കാം. കാരമൽ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇതെല്ലാം അലിഞ്ഞ് ഇപ്പം നല്ല വെള്ളം പോലെ ഇരിക്കുന്നത്. ഇതിനി നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 കപ്പ് ഡ്രൈ ഫ്രൂട്ട്സും 1 കപ്പ് വൈനും ഒഴിച്ച് വറ്റിച്ചെടുക്കാം. ഞാൻ ഈ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ കൂടെ നട്ട്സ് ഇടുന്നില്ല, കാരണം നട്ട്സ് സോഗിയായി പോകും. ഡ്രൈ ഫ്രൂട്ട്സ് കുറേ ദിവസം സോക്ക് ചെയ്യുന്നതിന് പകരം എളുപ്പത്തിൽ ഇങ്ങനെ ചെയ്തെടുക്കാം. ഫ്രൂട്ട്സ് ഇപ്പോൾ വൈനൊക്കെ സോക്ക് ചെയ്ത് നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റി ആറാൻ വെക്കാം. ഫ്രൂട്ട്സ് ഇപ്പോൾ ആറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച വാൾനട്ട്സും കാഷ്യൂ നട്ട്സും 1 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് മിക്സ് ചെയ്യാം. ഡ്രൈ ഫ്രൂട്ട്സ് ബാറ്ററിൽ താന്നു പോവാതെ ഇരിക്കാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി 1/2 ടേബിൾ സ്പൂൺ മൈദയും കൂടെ ഇട്ട് മിക്സ് ചെയ്യാം. ഇത് നമ്മൾ ബാറ്ററിൽ ഇടുമ്പോൾ അരിച്ചേ ഇടുകയുള്ളൂ, അപ്പോൾ പൊടി കൂടിപ്പോയെന്ന് വിചാരിക്കേണ്ട. ഇനി നമുക്ക് ബേക്കിംഗ് ടിൻ റെഡിയാക്കാം. അതിനായി 8 ഇഞ്ച് ബേക്കിംഗ് ടിൻ എടുത്ത് ബട്ടർ തേക്കാം. ഇനി മൈദ ഇട്ട് ഇതുപോലെ ഡസ്റ്റ് ചെയ്ത് മിച്ചമുള്ള മൈദ കളയാം. എന്നിട്ട് ഇതിൻ്റെ മേളിൽ ഒരു പാർച്ച്മെന്റ് പേപ്പർ ഇതുപോലെ കട്ട് ചെയ്തത് വെക്കാം. ഈ സമയത്ത് ഓവൻ 170 ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണേ. ഒരു ബൗളിലേക്ക് ഇതുപോലെ അരിപ്പ വെച്ച് 1 കപ്പ് മൈദയും 2 നുള്ളു ഉപ്പും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 2 ടീസ്പൂൺ ഓൾ സ്പൈസ് പൗഡറും ഇട്ട് അരിച്ച് മാറ്റിവെക്കാം. ഈ സ്പൈസ് പൗഡർ ഞാൻ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുത്തതാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി വേറൊരു ബൗളിലേക്ക് 150 ഗ്രാം ബട്ടറും 3/4 കപ്പ് പഞ്ചസാര ഇട്ട് ഏകദേശം 2 മിനിറ്റ് ബീറ്റ് ചെയ്തെടുക്കാം. ഇടയ്ക്ക് ഇതിൻ്റെ സൈഡ് ഒന്ന് സ്ക്രേപ്പ് ചെയ്യണേ.
ഇനി ഇതിലേക്ക് 3 മുട്ട ഓരോന്നായി പൊട്ടിച്ചൊഴിച്ച് 15 സെക്കൻഡ് വീതം ബീറ്റ് ചെയ്തെടുക്കാം. ഇനി 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് ബീറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഓറഞ്ചിന്റെ നാരങ്ങയുടെ തൊലി ഗ്രേറ്റ് ചെയ്തത് ഇടാം. ഇനി അരിച്ചു വെച്ച പൊടി ഇടാം. എന്നിട്ട് ഈ ബ്ലെൻഡർ ഓൺ ചെയ്യാതെ ഇങ്ങനെ മിക്സ് ചെയ്യാം. ഇതൊന്ന് മിക്സായി വരുമ്പോൾ 2 സെക്കൻഡ് ബ്ലെൻഡർ ഓൺ ചെയ്ത് ബീറ്റ് ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഓവർ മിക്സ് ആവില്ല. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച കാരമൽ ഒഴിച്ച് 2 സെക്കൻഡും കൂടി ബീറ്റ് ചെയ്യാം. ഇനി സ്പാറ്റുല കൊണ്ട് സൈഡൊക്കെ ഒന്ന് സ്ക്രേപ്പ് ചെയ്ത് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഡ്രൈ ഫ്രൂട്ട് മിക്സ് ഇടാം. ഇത് ഞാൻ അരിച്ചെടുത്തതാണ്. ഇതിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ ഡ്രൈ ഫ്രൂട്ട്സ് എടുത്ത് മാറ്റി വെക്കാം. ബാറ്ററിന്റെ മേളിൽ ലാസ്റ്റ് ഇടാനാണ്. ഇത് സ്പാറ്റുല കൊണ്ട് പതിയെ മിക്സ് ചെയ്തെടുക്കാം. ഓവർ മിക്സ് ചെയ്യല്ലേ. ഇനി ഇത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിച്ച് സ്പാറ്റുല കൊണ്ടൊന്ന് ലെവൽ ചെയ്യാം. ഇനി ഒരു സ്പൂൺ അല്ലെങ്കിൽ സ്ക്യൂർ യൂസ് ചെയ്ത് ഇതുപോലെ ഒന്ന് സ്വേൾ ചെയ്യാം. എന്നിട്ട് ഇതുപോലെ ടാപ്പ് ചെയ്യാം. എയർ ബബിൾസ് കളയാനാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ മാറ്റി വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് ഇതിന്റെ മേളിലിട്ടൊന്ന് ലെവൽ ചെയ്യാം. ഇനി ഇങ്ങനെ ഒരു ടവൽ നനച്ചെടുത്ത് കേക്ക് ടിന്നിൽ ചുറ്റി സേഫ്റ്റി പിൻ കൊണ്ട് കുത്തിവെക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ കേക്കിന്റെ മേള് നല്ല ഫ്ലാറ്റ് ആയി കിട്ടും. നമ്മുടെ കേക്കിന്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതിനി 170 ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ ഏകദേശം 1 മണിക്കൂർ ബേക്ക് ചെയ്യാൻ വെക്കാം. ഏകദേശം ഒരു 50 മിനിറ്റ്സ് കഴിയുമ്പോൾ കേക്ക് റെഡി ആയിട്ടുണ്ടോ എന്ന് ഒരു സ്ക്യൂർ അല്ലെങ്കിൽ നൈഫ് യൂസ് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കണേ. കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു കൂളിംഗ് റാക്കിലേക്ക് മാറ്റാം. പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ബേക്കിംഗ് പാനിന്റെ സൈഡ്സ് കത്തി കൊണ്ട് ഓടിക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ കേക്ക് സൈഡിൽ ഒട്ടാതെ ഈസിയായി പോരും. ഇനി പാൻ അൺലോക്ക് ചെയ്ത് കേക്ക് എടുക്കാം. ഇനി കേക്ക് ഒന്ന് മറിച്ചിടാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണേ. ഇനി പാർച്ച്മെന്റ് പേപ്പർ എടുത്ത് മാറ്റാം. ഫ്രൂട്ട് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതിന് നമുക്ക് സെർവ് ചെയ്യാം. ഈ ക്രിസ്മസ് കേക്കിന്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അറിയിക്കണേ. അടുത്ത ക്രിസ്മസ് റെസിപ്പിയുമായി ഞാൻ ഉടനെ വരുന്നതായിരിക്കും. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് കീപ് ഓൺ വാച്ചിങ്. താങ്ക് യു.